നമസ്കാരം. 23ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇവിടെ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. ഈ ചോദ്യത്തില് ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ 4 റൈറ്റ് ട്രയാങ്കിൾസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് ഇപ്പോൾ 30 സെൻറ്റിമീറ്റർ, ലെങ്ത് 30 ആണ്, ബ്രെഡ്ത്ത് 28 ആണ്. ഇതിനകത്ത് 4 റൈറ്റ് ട്രയാങ്കിൾസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ 4 റൈറ്റ് ട്രയാങ്കിളിൻ്റെയും കൂടിയുള്ള ഏരിയ ഓഫ് വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് 4 ട്രയാങ്കിൾസ്, ഇതാണ് നമ്മളുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള ഈ നീളം 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ ലെങ്ത്തും ഉണ്ടോ, ഈ ലെങ്ത്തും പിന്നെ ഒരു ചെറിയ പാർട്ടും കൂടി ചേർന്നതാണ്. ഈ 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ്, മറ്റൊരു പെർപെൻഡിക്കുലർ സൈഡ്, ഇടയിലുള്ളൊരു ഭാഗം. ഈ 28 ആകുമ്പോഴേക്കും ഈ നീളവും ഈ സൈഡും കൂടി ചേർത്തതാണ് 28. അപ്പം അതിൻ്റെ അർത്ഥം ഒരു സൈഡ് എന്ന് പറയുന്നത്, ഒരു വെർട്ടിക്കൽ സൈഡ് എത്രയാണ്? വെർട്ടിക്കൽ സൈഡ് ആയിട്ടുള്ള ലംബമായ ഒരു വശങ്ങളിൽ ഒരെണ്ണം 28/2, അതായത് 14 ആണ്. ഇവിടെ നിന്ന് ഇവിടത്തോളം 28 ആണെങ്കിൽ അതിൻ്റെ പകുതി 14 ആണ്. ഇത് 14, ഇത്രയും 14, ഇവിടെ ഇതും 14. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പ് എത്ര വരും? ഈ 30 മൈനസ് 28, അതായത് 2. അതായത് നമുക്ക് കിട്ടിയത് ഇങ്ങനെയൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇത് 2 എന്നും ഇത് 14 എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ 1/2 × 2 × 14, ദാറ്റ് ഈസ് 14 എന്ന് കിട്ടും. ഇങ്ങനെ 4 എണ്ണത്തിൻ്റെ ഏരിയ 56 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ദ മീൻ ഓഫ് a set of 8 numbers is 12. Okay, 2 numbers with the mean 18 are removed from the set. Okay, അത് ശരി. What is the mean of the remaining 6 numbers? അതാണ് ചോദ്യം. അപ്പോൾ what is the mean of the remaining 6 numbers? ആദ്യത്തെ 8 എണ്ണത്തിൻ്റെ സം 8 × 12. അതിൽ നിന്ന് മീൻ 12 ആയിട്ടുള്ള 2 എണ്ണം മാറി. അപ്പോൾ ആ 2 എണ്ണത്തിൻ്റെ സം 18 × 2. അപ്പോൾ ബാക്കിയുള്ള 6 എണ്ണത്തിൻ്റെ സമ്മാണ് ഈ കാണുന്നത്. 8 × 12 മൈനസ് 18 × 2 ഡിവൈഡഡ് ബൈ 6 എണ്ണമാണ് ബാക്കിയുള്ളത് 6. ദ ആൻസർ ഈസ് 10. ഇതാണ് നമ്മുടെ മീൻ കിട്ടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2 equal sides of triangles are marked in the figure. കണ്ടോ, ഈ നീളവും ഇതെല്ലാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ആംഗിൾ CAB is equal to ആംഗിൾ EFD എന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. ഈ ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഈക്വലായി ഈ ആംഗിളിനെ എക്സ് എന്നെടുത്താൽ കണ്ടോ, ഈ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇവിടെയും ഇതും എക്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിള് എത്രയായിരിക്കും? 180 മൈനസ് 2x ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിളും 180 മൈനസ് 2x ആണ്. ആംഗിൾ സി ഓഫ് ട്രയാംഗിൾ CGD ഈസ് 180 മൈനസ് 2x. അപ്പോൾ ഈ ആംഗിളും 180 മൈനസ് 2x ആണ്. തേർഡ് ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ എത്രയാവും? ആ ആംഗിൾ വരുന്നത് എത്രയാണ്?
360 മൈനസ് 4x ആണ്. 360 മൈനസ് 4x എന്തിൽ നിന്ന് കുറക്കണം? 180 മൈനസ് 360 മൈനസ് 4x. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4x മൈനസ് 180 എന്നായിരിക്കും. ഇത് 4x മൈനസ് 180 ആണെങ്കിൽ ഇതും 4x മൈനസ് 180 ആണ്, ഇതും 4x മൈനസ് 180 ആണ്. അപ്പോൾ മൂന്നാമത്തെ ഈ ആംഗിൾ ഈ എക്സ് ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 180 മൈനസ് 8x പ്ലസ് 360 അതായത് 480 മൈനസ് 8x ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടുന്നു. അപ്പോൾ 480 is equal to 9x, x is equal to 60. X is 540. 540 എന്നേ വരുള്ളൂ. 540. Therefore x is equal to ഇത് 480 മൈനസ് 540 ആണ് വരുന്നത്. 540 മൈനസ് 9x. 540 is equal to 9x. x is equal to 540 by 9, that is 60 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ സം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ a is to b is to c is equal to 2 is to 3 is to 4. അടുത്ത മറ്റൊരു റേഷ്യോയും തന്നിട്ടുണ്ട്. രണ്ട് റേഷ്യോകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 2 ഈസ് ടു 3 ഈസ് ടു 4. അടുത്തത് സി ഈസ് ടു ഡി ഈസ് ടു ഇ ഈസ് ഈക്വൽ ടു എന്താണ്? 3 ഈസ് ടു 4 ഈസ് ടു 5. 3 ഈസ് ടു 4 ഈസ് ടു 5. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇയുടെ കമ്പോണന്റ് ആയിട്ടുള്ള 4ഉം 3യും നമ്മൾ ഈക്വൽ ആക്കണമല്ല. അപ്പൊ എന്താവും? ഇവിടെ നമുക്ക് 3 കൊണ്ടും ഈ റേഷ്യോനെ നമുക്ക് 3 കൊണ്ടും ഇതിനെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന എന്തായിരിക്കും? 6 is to 9 is to 12. അതാണ് ആദ്യത്തെ റേഷ്യോ. അടുത്തതാണെങ്കിൽ കേട്ടോ 6 is to 9 is to 12. അടുത്തത് 6 is to 16 is to 20 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താവുന്നു? 6 is to 20 എന്ന റിലേഷനിലേക്ക്. 6 is to 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 is to 10 ആണല്ലോ. 10 ആണല്ലോ. എ is to ബി is to സി എന്ന് പറയുന്നത് 2 is to 3 is to 4 ആണ്. അപ്പോൾ നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 is to 9 is to 12. ഇവിടെ ആവുമ്പോഴേക്കും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 is to 16 is to 20 എന്നായി. ഉണ്ടോ? 12 സി പാർട്ട് കമ്പോണന്റ് സെയിം ആയി. അപ്പോൾ ഇവിടെ 6 is to 20 ആണ് നമുക്ക് ആവശ്യമുള്ള എ is to ഇ. അത് 3 is to 10 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. 1/1 ഗ്രിഡാണ്. അതിൽ വരച്ചിരിക്കുന്ന ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് വേണ്ടത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിളും അതേ വലിപ്പമുള്ള മറ്റൊരു ട്രയാങ്കിൾ ഇവിടെയും കാണാം. രണ്ടിൻ്റെ ഏരിയകൾ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? 6 ആണ്.
ഇതിൻ്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 6 ആണ്. പിന്നെ ഈ ഭാഗത്തിൻ്റെ ഏരിയ അത് 1 ആണ്. ഇനി ഇപ്പുറത്തെ ഈ ഭാഗത്തിൻ്റെ ഏരിയയോ അത് 3 ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ 10 ആവുന്നു അല്ലേ? ഇവിടുത്തെ ടോട്ടൽ ഏരിയ ഇവിടെ എത്ര 1 2 3 4 5 6 7 8 9 27 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ 27 ആണ് ടോട്ടൽ ഏരിയ. അതിനകത്തുനിന്ന് 10 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 17 ആണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ. പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഈ ഒരു ഡയഗ്രാമാണ്. ഈ ഡയഗ്രാം PQRS is a rhombus. Point T is the midpoint of PS. Point W is the midpoint of SR. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദി അൺഷെയ്ഡഡ് ഏരിയ ടു ദ ഷെയ്ഡഡ് ഏരിയ. അൺഷെയ്ഡഡ് ഏരിയയും ഷെയ്ഡഡ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ. ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട, നടുക്കൂടി ഒരു വര ഇങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ ഈ റോംബസ് 2 ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ആവും. അതിൻ്റെ പകുതി ഷെയ്ഡ്, ഒരെണ്ണത്തിൻ്റെ പകുതി ഈ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ ഈക്വലാണ്. ഇപ്പുറത്തെ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വലാണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയും ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയ ഈക്വലാണ്. 1:1 ആയി മാറുന്നു. ഓക്കെ. അടുത്തത് ഈ കാണുന്നതിൽ ഒരു ആൻഡ് എക്സിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇതുപോലെ കയറി കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ വന്ന് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് പോണേ എയിൽ നിന്ന് എക്സിലേക്ക്. ഇതിൻ്റെ ഒരു സൈഡിൻ്റെ നീളം 18 ആണ്. അപ്പോൾ ആൻഡ് സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് 1, ഇത്രയും ഭാഗവും പിന്നെ ഇതും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു 2 ആവും. ഇത് 3 4 5. അപ്പോൾ 5 × 18 ദാറ്റ്സ് ഈക്വൽ ടു 90 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് അജയ് ടേക്സ് 40 minutes to walk to school and then run to home. സ്കൂളിലേക്ക് നടന്നു പോയിട്ട് വീട്ടിലേക്ക് തിരിച്ച് ഓടിപ്പോവുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഓടുന്ന വേഗതയും നടക്കുന്ന വേഗതയും, ഓടുന്നത് ഒരേ വേഗതയിലാണ്, നടക്കുന്നത് ഒരേ വേഗതയിലാണ്. ഓടുന്നതും നടക്കുന്നതും ഒരേ വേഗതയിലല്ല. ഓടുന്ന വേഗത 1, നടക്കുന്ന വേഗത 1. അപ്പോൾ എല്ലാ യാത്രയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ഓട്ടവും ഒരു നടപ്പും കൂടി ആകുമ്പോഴാണ് 40 മിനിറ്റ് ആവുന്നത്. 2 വശത്തേക്കും ഓടിയാൽ, സ്കൂളിലേക്കും വീട്ടിലേക്കും ഓടിയാൽ 24 മിനിറ്റ് വരും. അപ്പോൾ സ്കൂളിലേക്ക് മാത്രം ഓടുന്നതിന് 12 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നടക്കുന്നതിനുള്ള സമയം 40 - 12 അതായത് 28 ആണ്. നമ്മുടെ ചോദ്യം സ്കൂളിലേക്കും വീട്ടിലേക്കും നടന്നു പോകാനാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 28ന്റെ ഇരട്ടിയായ 56 വരും. സിമ്പിളായ ചോദ്യമാണത്. ഈ പേപ്പറിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ PQRS എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അതിൻ്റെ ഏരിയ 100. അതിനകത്ത് T എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, പോയിന്റ് ഉണ്ട്. QRTയുടെ ഏരിയ 24 ആണ്. QRT ട്രയാങ്കിൾ QRT ഇത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വര വരച്ചാൽ ഈ താഴെയുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 48 ആണ്. അപ്പം മുകളിലുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ട്രയാങ്കിൾ എന്ന് ഞാൻ പറഞ്ഞത് അല്ല, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 48 ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ 24 ആണല്ലോ. മുകളിലുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 48 ആണ്. അതിൻ്റെ പകുതിയല്ലേ ഈ പറയുന്ന PTS എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ 26 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതെത്രയാണെന്നാണ് ചോദ്യം. A⁻B = C, B⁻C = A, C⁻A = B, A × B × C. ലോ ഓഫ് എക്സ്പോണൻസ് A⁻B = C ആണ്.
എ മാറ്റിയിട്ട് അവിടെ നമുക്ക് ബി റൈസ് ടു സി എന്ന് എഴുതാം. മുകളിൽ സി ഉണ്ടല്ലോ, ഇസ് ഈക്വൽ ടു സി ആണ് ഇപ്പുറത്തുള്ളത്. അപ്പൊ ബി റൈസ് ടു എന്താണ്, എ റൈസ് ടു ബി ഇസ് ഈക്വൽ ടു സി ആണ്. ഓക്കെ, ഒന്നും കൂടി നോക്കൂ. എ റൈസ് ടു ബി ഇസ് ഈക്വൽ ടു സി ആണ്. ബി റൈസ് ടു സി ഇസ് ഈക്വൽ ടു എ ആണ്. സി റൈസ് ടു എ ഇസ് ഈക്വൽ ടു ബി ആണ്. നോക്കൂ, എ റൈസ് ടു ബി ഇസ് ഈക്വൽ ടു സി. എ എന്ന് പറയുന്നത് എന്താണ്, ബി റൈസ് ടു സി ആണ്. റൈസ് ടു ബി ഇസ് ഈക്വൽ ടു സി. അപ്പൊ ബി റൈസ് ടു ബി സി എന്ന് പറയുന്നതാണ് സി. ഇനി ബി എന്ന് പറയുന്നതാണ് സി റൈസ് ടു എ ആണ്. റൈസ് ടു ബി സി ഇസ് ഈക്വൽ ടു സി റൈസ് ടു 1 എന്ന് എഴുതിയാൽ സി റൈസ് ടു എ ബി സി ഇസ് ഈക്വൽ ടു സി റൈസ് ടു 1. എ ബി സി ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് ഈ പേപ്പറിലുള്ളത്. വളരെ ലളിതമായ ഒരു പേപ്പറാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒരു 30 സെക്കൻഡ് പോലും വേണ്ട ഓരോ ചോദ്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് ഇതിനകത്ത്. ഓക്കെ.